നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ഇരുചക്ര വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം മടിച്ചു നിന്ന ഒരു കമ്പനിയാണ് യമഹ. പക്ഷേ പിന്നീട് വന്നപ്പോൾ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമായിട്ടാണ് യമഹ വന്നത്. ഒന്ന് എയറോക്സ് എക്സ്, മറ്റൊന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന EC06. EC06 കാണുമ്പോൾ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം ഈ വാഹനം റിവർ ഇൻഡി എന്ന സ്കൂട്ടറിൻ്റെ ഏതാണ്ട് ഒരു ഷേപ്പുള്ള വാഹനമാണ്. ഏതാണ്ട് ഒരു ഷേപ്പ് എന്ന് മാത്രമല്ല, റിവർ ഇൻഡി എന്ന കമ്പനി നിർമ്മിച്ച് യമഹയ്ക്ക് നൽകുന്ന ഒരു മോഡൽ കൂടിയാണിത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിവർ ഇൻഡിയുടെ ബാംഗ്ലൂർ ഹോസ്കോട്ടെ പ്ലാന്റിൽ പോയിരുന്നു. അവിടെ വെച്ച് നമ്മൾ ഈ വാഹനം നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ ഈ വാഹനം എക്സിബിറ്റും ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ റിവർ ഇൻഡി രണ്ട് മലയാളി യുവാക്കൾ ചേർന്ന് തുടങ്ങിയൊരു കമ്പനിയാണ്. അരവിന്ദ് മാണിയും വിപിൻ ജോർജും രണ്ടുപേര് ചേർന്നാണ് ഈ ഒരു കമ്പനിക്ക് തുടക്കമിട്ടത്. അതിനുശേഷം ധാരാളം കമ്പനികൾ റിവർ മൊബിലിറ്റി എന്ന അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് അൽഫുത്തൈം പോലെയുള്ള GCC കൺട്രീസിലെ വലിയ കമ്പനി ഉൾപ്പെടെയുള്ള പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ യമഹ എന്ന ജാപ്പനീസ് കമ്പനി ശ്രദ്ധിച്ചത്. അതോടുകൂടി അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ റിവർ മൊബിലിറ്റി എന്ന കമ്പനിയെ. അങ്ങനെ ഏതാണ്ട് 335 കോടി രൂപയോളം യമഹ റിവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്ന് തന്നെയല്ല, അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കാൻ വേണ്ടി റിവർ മൊബിലിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജനിച്ച വാഹനമാണിത്. ബേസിക്കലി റിവർ ഇന്ത്യയുടെ ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോമും അതിൻ്റെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഭംഗി, അതായത് റിവർ ഇന്ത്യ എന്ന മോഡലിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഈ ഒരു മോഡലിന് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് വാഹനങ്ങൾ ഇവരെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, റിവർ ഇൻഡി SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണല്ലോ അവരുടെ പരസ്യവാചകം തന്നെ. അതായത് വളരെ റഗ്ഗഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു വാഹനമായിട്ടാണ് റിവർ ഇന്ത്യയെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ഒരു അർബൻ യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അങ്ങനെ പറയാൻ കാരണം ഇതിൽ സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരല്പം കുറച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. തന്നെയല്ല, വീൽ ബേസ് അല്പം കുറച്ചു, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറച്ചു. അങ്ങനെ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആക്കിയിട്ട് കുറച്ചുകൂടി എന്താ പറയുക, സിറ്റികൾക്ക് ചേരുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ EC06. എന്തായാലും ഈ വാഹനം അധികം വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിവർ ഇന്ത്യ അതുപോലെ പോപ്പുലറായി മാറിക്കഴിഞ്ഞു. രണ്ട്, റിവർ ഇന്ത്യയെക്കാളും അല്പം വില കൂടുതലാണ് ഈ വാഹനത്തിന്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റോറേജ് സ്പേസ് ഉള്ള കാര്യങ്ങൾ അല്പം കുറവുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഈ വാഹനം റിവർ ഇന്ത്യ പോലെ നമ്മൾ റോഡിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സുഹൃത്ത് സിറിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. സിറിലിനോട് ചോദിച്ച് നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പുതിയ യമഹ 06 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റിവർ ഇന്ത്യയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 11 mm കുറവാണ്, 20 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, അതുപോലെ തന്നെ 8 കിലോഗ്രാം ഭാരവും കുറവാണ്. ഈ ഭാരം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന പോലെ റിവർ ഇന്ത്യയുടെ മുൻഭാഗത്ത് ഇവിടെ കാര്യമായ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ അത് ഈ വാഹനത്തിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ സൈഡ് കാരേജുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ റിവർ ഇന്ത്യയിലുണ്ടെങ്കിൽ അതുമൊക്കെ ഒഴിവാക്കി. അതുകൊണ്ടാണ് 8 കിലോഗ്രാം ഭാരം കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ റേഞ്ച് എന്ന് പറയുന്നത് 169 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ 161 ഉള്ളൂ റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ. ഇലക്ട്രിക്കൽ ചേഞ്ചസോ മോട്ടറിൻ്റെ കാര്യത്തിലൊന്നും മാറ്റമില്ലെങ്കിലും വെയിറ്റ് കുറഞ്ഞുകൊണ്ടായിരിക്കാം ഒരല്പം റേഞ്ച് കൂടുതൽ കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിലും ഇതിന് 79 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ടോപ്പ് സ്പീഡ്. പക്ഷേ റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ 91 ആണ് ടോപ്പ് സ്പീഡായിട്ട് പറയുന്നത്. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഏറെ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ അതിന് ഭാരം കുറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ ടോപ്പ് സ്പീഡ് കുറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ റിവർ ഇന്ത്യയെക്കാളും കുറച്ചുകൂടി ഒതുങ്ങിയ മോഡലാണ്, കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള മോഡലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ആയാലും എല്ലാം തന്നെ അതിഗംഭീരമാണ്. റിവർ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മുൻഭാഗത്ത് 2 പോഡ് ഹെഡ് ലാമ്പ് വന്നപ്പോഴായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അത് സിംഗിൾ പോഡാക്കി മാറ്റിയിട്ടുണ്ട്. LED ഹെഡ് ലാമ്പും അതോടൊപ്പം തന്നെ LED ഡാറ്റ റണ്ണിങ് ലാമ്പും വളരെ മനോഹരമായിട്ടുണ്ട്. ഈ രണ്ട് ഹെഡ് ലാമ്പിൽ ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ ഈ മുൻഭാഗം ഒന്ന് ഒതുങ്ങി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. യമഹയുടെ ബാഡ്ജിങ് ഇതിലുണ്ട്. ഇതിൻ്റെ മോട്ടർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അഴിച്ചു നോക്കിയാൽ അതിൽ റിവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ ഒന്നും നമുക്ക് അത്തരം ബാഡ്ജിങ് കാണാനില്ല. അതുപോലെ ഈ ഫെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. യമഹയുടെ ലോഗോയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ ഭംഗിയുള്ള അലോയ് വീല്, അതിൽ ഈ ഒരു നിറങ്ങളൊക്കെ കൊടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഒരു ബൈക്കുണ്ടല്ലോ, അതായത് 100ലും ഇത്തരത്തിലുള്ള എലമെൻസ് ഒക്കെ കൊടുത്തിരുന്നു.
അതിപ്പോൾ പൊതു രീതിയായിട്ട് കണക്കാക്കാം. അതുപോലെ ടയർ സൈസൊന്നും തീരെ ചെറുതല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് ഹൈവേയിലായാലും അതുപോലെ തന്നെ സിറ്റിയിലായാലും എല്ലാം നല്ല ഒരു റൈഡബിലിറ്റി തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളൊരു സംശയമില്ല. സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും മോശമല്ലാത്തതുകൊണ്ട് ഏതൊരവസ്ഥയിലും ഓടിച്ചു പോകാനും ബുദ്ധിമുട്ടില്ല. അതുപോലെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുക എന്നുള്ളത് ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പക്കയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട്. മഡ്ഗാർഡ് ഉൾപ്പെടെയുള്ള എല്ലാം വലിയ വലിപ്പമില്ലാതെ ഈ ഒരു രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അതേപോലെ തന്നെയാണ് സൈഡ് ഇൻഡിക്കേറ്റർ ആയാലും LED ഇൻഡിക്കേറ്ററാണ്, അതും നല്ല ഭംഗിയായിട്ട് ഒട്ടും മുഴച്ചു നിൽക്കാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊരു സംശയമില്ല. ഈ മുൻഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു മീറ്ററിൻ്റെ കൺസോൾ മാത്രമാണ് ഒരു എടുത്ത് നിൽക്കുന്നൊരു കാര്യം, ബാക്കിയെല്ലാം ഒതുങ്ങി ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. അതായത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വാഹനം ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയാണ് ചാർജിങ് പോഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ തുറക്കാവുന്ന രീതിയിൽ ഇവിടെ ഇപ്പോൾ ചാർജിങ് ൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാം. വളരെ എളുപ്പമായി. അപ്പോൾ റിവർ ഇന്ത്യയെക്കാളും ആ കാര്യത്തിൽ എളുപ്പമായി. കാരണം റിവർ ഇന്ത്യയിൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഈ സ്വിച്ചുകൾ, ഒന്ന് ചാർജിങ് പോർട്ടിൻ്റെയും മറ്റൊന്ന് സീറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സ്വിച്ച്, അതൊക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു പോർഷൻ അങ്ങനെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ അതും റിവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇവിടുത്തെ ആ ഒരു പോർഷൻ പോയപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ്, അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഹുക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വളരെ പ്ലെയിൻ ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നമ്മൾ റിവർ ഇന്ത്യയിൽ കണ്ട അതേ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഡിസ്പ്ലേ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ ബ്രൈറ്റായിട്ടുള്ള സ്ക്രീനാണ്. ഈ നല്ല വെയിലത്ത് പോലും നല്ല കൃത്യമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഡ്രൈവ് മോഡൽ സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്, അത് കാണാം. എത്ര റേഞ്ച് ബാക്കിയുണ്ട്, അത്തരം കാര്യങ്ങൾ, ടൈം, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു മീറ്ററും കൊടുത്തിരിക്കുന്നു. ഇത്തരം സ്കൂട്ടറുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ടൂ വീലേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം അറിയുന്നത് കൃത്യമായിട്ട് ഈ സ്വിച്ച് ഗിയറുകളുടെ കാര്യത്തിലാണ്. അത് നോക്കുമ്പോൾ അറിയാം വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാത്തിനും ആ ഒരു നിർമ്മാണ നിലവാരമുണ്ട്. മറ്റേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനികളൊന്നാണ് യമഹ. അവർ റിവർ ഇന്ത്യയുമായിട്ട് ടൈപ്പിൽ വരണമെങ്കിൽ എത്രത്തോളം റിവർ എന്ന കമ്പനി നിർമ്മാണ നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമാണല്ലോ അവരങ്ങനെ ഒരു ടൈപ്പിന് വരുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നിർമ്മാണ നിലവാരത്തിൽ മനസ്സിലാക്കാം. അതുപോലെ സൈഡിൽ അല്പം ചെറുതെങ്കിൽ പോലും ഈ രൂപമായിട്ട് ചേരുന്ന രീതിയിലുള്ള സൈഡ് വ്യൂ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുഷനിങ് എല്ലാം പക്കയാണ്. അതായത് പില്ലൻ റൈഡറിന് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുഷനിങ്ങാണ്. അതിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും ഒട്ടും മുഴച്ച് നിൽക്കാത്ത രീതി നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു നിറമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പില്ലൻ റൈഡർക്ക് വേണ്ട ഫുഡ് റെസ്റ്റ് അത് കൊടുത്തിരിക്കുന്നു, അതും ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുന്നു. സസ്പെൻഷൻ്റെ കാര്യമൊക്കെ വളരെ പക്കയാണ്. 2 ഷോക്കുകളും പിൻഭാഗത്ത് ഭംഗിയായിട്ട് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻഭാഗത്ത് കണ്ടപോലെ തന്നെ അലോയ് വീലും ഭംഗിയായിട്ട് തന്നെ ആ ഒരു കളറൊക്കെ എലമെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ രൂപമായിട്ട് ചേരുന്ന രീതിയിൽ ഭംഗിയുള്ള ടൈൽ ലാമ്പ്, അത് LED ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. യമഹയുടെ ബാഡ്ജിങ്ങും ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ, അതുപോലെ തന്നെ അധികം മുഴച്ച് നിൽക്കാത്ത മഡ് ഗാർഡ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ സൈഡിലൊക്കെ ആ ഒരു കാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ വളരെ പ്ലെയിനുമാണ്. അതുപോലെ തന്നെ വളരെ എയറോഡൈനാമിക്കും വളരെ ഭംഗിയുള്ള രൂപമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ 2 വാഹനങ്ങളും കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കമൻറ്റ് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. റിവർ ഇന്ത്യ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട് ഈ ഒരു രൂപത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും സ്റ്റോറേജ് സ്പേസിൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് റിവർ ഇന്ത്യയായിട്ട് നോക്കുമ്പോൾ. നമുക്കത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ സീറ്റ് ഓപ്പണായി. 24.5 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ 43 ലിറ്ററാണ് ടോട്ടൽ നോക്കുമ്പോൾ റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ ബൂട്ട് സ്പേസ് എന്ന് പറയാവുന്നത്. അപ്പോൾ അത് മുൻഭാഗത്തുള്ള സ്റ്റോറേജ് സ്പേസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഹെൽമെറ്റൊക്കെ ഇരിക്കാൻ പറ്റുമെന്നല്ലാതെ മറ്റേ SUV സ്കൂട്ടേഴ്സ് എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു ലഗേജ് സ്പേസിനില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി യൂസിനൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് ഉൾഭാഗത്ത് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമ്മളെ അമ്പരപ്പിക്കും. അത് നമ്മൾ റിവറിൻ്റെ ആ ഒരു പ്ലാനിൽ പോയപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പറയാൻ വിട്ടുപോയ കാര്യം, ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി. അതുപോലെ പൊതുവേ EVകളിൽ കാണാത്ത ഈ സൺഡർ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്ത് വളരെ പ്രാക്ടിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും കാണുമ്പോൾ സന്തോഷം തരുന്ന ഒരു രൂപമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റിവർ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒതുങ്ങിയ രൂപം, കുറേ കൂടി സ്ലീക്കായ ഡിസൈൻ,
അങ്ങനെ കുറേ കൂടി ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിർമ്മിക്കുന്നത് രണ്ടും ഒരേ പ്ലാനിലായതുകൊണ്ട് തന്നെ അരവിന്ദ് മാണിക്കോ അതുപോലെ വിപിൻ ജോർജിനോ ഈ പറയുമ്പോൾ സങ്കടം തോന്നാനുള്ള സാധ്യതയില്ല. കാരണം അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ നിർമ്മിച്ച സ്കൂട്ടറാണല്ലോ. അപ്പോൾ എന്തായാലും റിവർ ഇന്ത്യ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വാഹനമായിട്ട് ഒരു കമ്പനിയായിട്ട് വളർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യമഹ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിനി വാഹനം ഓടിച്ചോളാം. SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്ന പേരിലാണ് റിവർ ഇന്ത്യ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ യമഹ EC06 നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന പരമ്പരാഗത EVകളുടെ രൂപത്തിൽ നിന്നും ഒരു ചെറിയ ചുവടുമാറ്റം മാത്രമേ EC06 കാര്യത്തിലുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു പക്ക EV എന്ന് തന്നെയാണ് ഈ വാഹനത്തെ വിളിക്കേണ്ടത്. എന്തായാലും റിവർ ഇന്ത്യക്ക് വലിപ്പം കൂടുതലാണ് എന്ന് ആശങ്കപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു സ്കൂട്ടറായിട്ടാണ് EC06 നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരു യൂണിവേഴ്സൽ അപ്പീലുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ രൂപത്തിനെന്നുള്ള ഒരു സംശയമില്ല. കുറച്ചുകൂടി ഹാൻഡ്സമാണ്, കുറച്ചുകൂടി മെലിഞ്ഞ രൂപമാണ്, അതൊക്കെയാണ് നമുക്ക് എടുത്തു പറയുന്ന കാര്യം. എന്തായാലും നിങ്ങൾ പ്രാക്ടിക്കാലിറ്റിയാണ് നോക്കുന്നതെങ്കിൽ എത്തിപ്പെടാൻ പോകുന്ന റിവർ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. കാരണം അതിന് 43 ലിറ്ററാണ് ബൂട്ട് സ്പേസ് ഉള്ളത്. ഇനി ഇതിന് 24.5 ലിറ്ററേ ഉള്ളൂ. അത്തരത്തിലുള്ള ചില കുറവുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നഗര ഗതാഗതത്തിന് അതൊന്നും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. നിങ്ങൾ ദീർഘദൂരമൊക്കെ ഓടിച്ചു പോകുമ്പോൾ മാത്രമാണ് അത്രയും സ്പേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. മറ്റൊരു കാര്യമുള്ളത് ഫ്രണ്ടിലെ സ്റ്റോറേജ് സ്പേസ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഈ വാഹനത്തിനുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഒരല്പം കുറഞ്ഞു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് 8 കിലോഗ്രാമോളം ഭാരം കുറഞ്ഞിട്ടുണ്ട് റിവർ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ EC06. അതുകൊണ്ടായിരിക്കാം 161 കിലോമീറ്ററാണ് ഇന്ത്യക്ക് റേഞ്ച് പറയുന്നതെങ്കിൽ ഇതിന് 169 കിലോമീറ്ററാണ് യമഹ നൽകിയിരിക്കുന്ന റേഞ്ച്, അതായത് ARI സർട്ടിഫൈ ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത്. എന്തായാലും 8 കിലോഗ്രാം ഭാരം കുറഞ്ഞതുകൊണ്ട് 9 കിലോമീറ്റർ കൂടുതൽ ദൂരം ഓടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് ഹോമലോഗേഷനിലൊക്കെ വരുന്ന ചെറിയൊരു വ്യതിയാനം കൊണ്ടായിരിക്കാം ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ടോപ്പ് സ്പീഡിൻ്റെ കാര്യം. 91 കിലോമീറ്ററാണ് റിവർ ഇന്ത്യക്ക് ടോപ്പ് സ്പീഡ് പറയുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അത് 79 ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെയിറ്റ് കുറഞ്ഞ വാഹനത്തിന് കുറച്ചുകൂടി ടോപ്പ് സ്പീഡ് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അതൊക്കെ വളരെ ടെക്നിക്കൽ കാര്യങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തായാലും 3 റൈഡ് മോഡുകൾ ഉണ്ട് ഈ ഒരു വാഹനത്തിന്. അതിൽ ഇക്കോ എന്ന് പറയുന്ന മോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആലോചിക്കുമ്പോൾ തന്നെ വളരെ നമുക്ക് വളരെ ലാഗ് തോന്നുന്ന ഒരു മോഡാണത്. പക്ഷേ മറ്റ് 2 മോഡുകളും അങ്ങനെയല്ല. വളരെ ക്വിക്കായിട്ടുള്ള ആക്സിലറേഷൻ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അപ്പോൾ റേഞ്ച് കാര്യമായ രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അടുത്ത് മറ്റൊരു കാര്യമുള്ളത്, യമഹ അതിന് കൊടുക്കുന്നത് 450 വാട്ടിൻ്റെ ചാർജറാണ്. ഈ വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കുക. പക്ഷേ റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ അത് 750 വാട്ടിൻ്റെ ചാർജറാണ്. അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് ആകും. ഇതിന് 10 മണിക്കൂറോളം ഫുൾ ചാർജിന് വേണം. ഇപ്പോൾ സ്കൂട്ടറുടെ കാര്യത്തിൽ അത്രയും സമയം ഫുൾ ചാർജ് ആകാൻ എടുക്കുന്ന ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാവരും രാത്രിയിൽ വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുന്നൊരു പതിവായിരിക്കും. അങ്ങനെയാണ് 10 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരിക്കില്ല. പിന്നെ യമഹ ഈ വാഹനത്തിൻ്റെ ഈ റിവർ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സസ്പെൻഷൻ ആയാലും ബ്രേക്ക് ആയാലും ചേസസ് ആയാലും അതിലെല്ലാ കാര്യങ്ങളും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഹാൻഡ്ലിങ് മികച്ചത് ഈ വാഹനത്തിനാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. തോന്നലാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് മോശം റോഡിലെത്തുമ്പോൾ കുറച്ച് ഫേമാണ് സസ്പെൻഷൻ തോന്നുന്നു. ആ ഒരു പ്രശ്നം നമുക്ക് റിവർ ഇന്ത്യയിൽ തോന്നിയിട്ടുമില്ല. പക്ഷെ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയില്ല. എങ്കിലും റിവർ ഇന്ത്യയിൽ അത് കുറച്ചുകൂടി സോഫ്റ്റ് സസ്പെൻഷനായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്തായാലും ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. 4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 9.1 HP മോട്ടറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 26 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അപ്പോൾ കുറച്ച് നേരം ഓടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുക റിവർ ഇന്ത്യ പോലെ അങ്ങനെ റഗഡായിട്ട് ഓടിക്കേണ്ട ഒരു വാഹനമല്ല ഇത്. ഇതൊരു സിറ്റി ഡ്രൈവിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യമാണ്. അതിൻ്റെ രൂപമായാലും ഇതിൻ്റെ ഒരു റൈഡ് രീതിയായാലും എല്ലാം തന്നെ അതാണ് ഓർപ്പിക്കുന്നത്. അല്പം കൂടി വെയിറ്റ് കുറഞ്ഞുകൊണ്ട് അല്പം കൂടി ഈസിയർ ടു ഹാൻഡിൽ എന്ന് പറയാവുന്ന ഒരു രീതി ഈ ഒരു EC06 അതുപോലെ 2 വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ കാര്യമൊക്കെ സൂപ്പർബാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ റിവർ ഇന്ത്യയെക്കാളും ഒരു മാസ് മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഈ ഒരു വാഹനമായിരിക്കാം. റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ അത് നമ്മളിപ്പോൾ ഒരു ബുള്ളറ്റിനെ സമീപിക്കുന്നത് പലർക്കും അത് കാണുമ്പോൾ വലിപ്പം കൂടുതലാണല്ലോ എന്നൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഏതറിൻ്റെയൊക്കെ പോലെ തന്നെ വളരെ സ്ലീക്കായിട്ടുള്ള രൂപമായതുകൊണ്ടും അല്പം കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നൊരു തോന്നലൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും യമഹ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവന്നപ്പോൾ മോശമായിട്ടില്ല. കാഴ്ചയിൽ വളരെ രസകരമായ രൂപമുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ഫിനിഷൊക്കെ ആയാലും അതുപോലെ നിർമ്മാണ നിലവാരമായാലും എല്ലാം തന്നെ ടോപ്പ് നോച്ച് എന്നാണ് പറയേണ്ടത്. ആരും തിരിഞ്ഞു നിന്ന് നോക്കിപ്പോകുന്ന രൂപം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. റിവർ ഇന്ത്യ വന്ന സമയത്ത് അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ എവിടെ നോക്കിയാലും റിവർ ഇന്ത്യ കാണാമെന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു നോവൽറ്റി പോയെങ്കിൽ നിങ്ങൾക്ക് യമഹയിലേക്ക് പോകാം. ആരും തിരിഞ്ഞു നോക്കുന്ന രൂപം ഇപ്പോഴുമുണ്ട് യമഹ EC06.
അപ്പോൾ എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ കമ്പനിയായിട്ട് റിവർ മൊബിലിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ചോദിച്ച് മനസ്സിലാക്കേണ്ട സിറലിനോടാണ്. ഈ വാഹനത്തിന് 22,000 രൂപ കൂടുതലുണ്ട് റിവർ ഇന്ത്യയെക്കാളും. എന്നിട്ടും എന്തുകൊണ്ട് EC06 എടുത്തെന്ന് ഈ വാഹനത്തിൻ്റെ ഉടമയായ സിറലിനോട് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ ഇതാണ് സിറലിൻ്റെ പഴയ സുഹൃത്താണ്. പക്ഷേ സിറലാണിത് ആദ്യം വാങ്ങിച്ചെന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ചോദിച്ച് വണ്ടി ഇങ്ങനെ റൈഡിനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിലുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ചേട്ടൻ എന്ന് വിളിക്കാവുന്ന റിവർ ഇന്ത്യ അടക്കം. എന്നിട്ട് പോലും യമഹയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വന്നപ്പോൾ പെട്ടെന്ന് അത് മതി എന്ന് തീരുമാനിക്കാൻ എന്താ കാര്യം? കാരണം ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് വാങ്ങിച്ചത്? ആക്ച്വലി ഞാൻ റിവ്യൂസൊക്കെ കുറേ നോക്കിയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ യമഹ എന്ന് പറഞ്ഞ ബ്രാൻഡിനോടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. അതെന്താ അങ്ങനെ ഒരു ട്രസ്റ്റ്? അങ്ങനെ ഏതായാലും യമഹ ഉണ്ടോ കയ്യിൽ? യമഹ റേ ഉണ്ട്. ഫസ്റ്റ് യമഹ റേ ഇറങ്ങിയപ്പോഴും ഞാൻ ഫസ്റ്റ് ബാച്ച് ഞാൻ എടുത്തായിരുന്നു. ശരി, അത് കുറേ വർഷമായില്ലേ? ഇപ്പോൾ 15 വർഷം ആവണം. 15 വർഷം ഓടിച്ചോണ്ടിരിക്കും. ഇപ്പോഴും വൈഫാണത്, വൈഫിനാണ് യൂസ് ചെയ്യണേ. അപ്പോൾ അത് ആ ഒരു ട്രസ്റ്റ് എനിക്ക് ഉണ്ട്. അതിൻ്റെ എൻജിൻ ഇപ്പോഴും നല്ലോണം നല്ല സ്മൂത്തായിട്ട് പോകുന്നു. ഞാനിപ്പോഴും ആ വണ്ടി മാറ്റിയിട്ടില്ല, വീട്ടിലുണ്ട്, കൊടുത്തിട്ടില്ല. പിന്നെ യമഹയുടെ ഡിസൈൻ, അവരുടെ ഡിസൈൻ പാറ്റേൺ, അത് ഒന്നും പറയാനില്ല. റിവർ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റിവർ ഇന്ത്യ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു, നല്ല വണ്ടിയാണ്. പക്ഷേ റിവർ ഇന്ത്യ ആയിട്ട് ഡിസൈൻ വൈസും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നല്ലൊരു ഫീച്ചേഴ്സ് ഇതിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടെ സ്ലീക്കാണ്, ഭയങ്കര എയറോഡൈനാമിക് ടൈപ്പ് ഡിസൈൻ, കോമ്പാക്റ്റ് ആക്കിയ പോലെയാണ്. റിവർ ഇന്ത്യനേക്കാളെ നല്ല കോമ്പാക്റ്റ് ആക്കിയ പോലെയാണ്. നല്ലൊരു ഓടിക്കാനും വളരെ നല്ല കംഫർട്ടാണ്. അപ്പോൾ ഇതിൽ കമ്പനി പറയുന്നത് 169 റേഞ്ച്. അതായത് 161 ഇന്ത്യക്കെങ്കിലും അതിനൊക്കെ കൂടുതൽ പറയുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ട് റിയലിസ്റ്റിക് ആയിട്ട്? ഇത് കമ്പനി IDC റേഞ്ച് എന്ന് പറയുന്നത് 169 പറയുന്നത്. പക്ഷേ നമുക്ക് ഫുൾ ചാർജിൽ കാണിക്കുന്നത് 111. അത് സ്റ്റാൻഡേർഡ് മോഡൽ. 3 മോഡാണ് ഇപ്പോൾ ഇതിന് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ്, എക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്സ്. അപ്പോൾ എക്കോ മോഡിൽ നമുക്കത് മൈലേജ് അത് ഓടിക്കാനായിട്ട് ജസ്റ്റ് ഉള്ളുവഴികളിലൂടെ പതുക്കെയൊക്കെ പോകാമെന്നല്ലാണ്ട് കംഫർട്ടായിട്ട് പോകണമെങ്കിൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മോഡിൽ നമുക്ക് 110 എന്നുള്ളത് ആ മോഡിൽ തന്നെ പോയാൽ 110 തന്നെ 111 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആ മോഡിൽ ഫുൾ ടൈം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിൽ പോകുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ഒരു 92 ഒക്കെയാണ്. അത് കിട്ടുന്നുണ്ട്. അപ്പം 90-നും 110-നും ഇടയ്ക്കുള്ള ഒരു റേഞ്ചാണ് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിനോട് ചാർജർ തന്നിട്ടില്ലേ? ചാർജർ ഹോം ചാർജറാണ്. എത്ര നേരം എടുക്കാറുണ്ട്? അത് ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ചാർജ് ചെയ്യാറ്, 2 അല്ലെങ്കിൽ 3 ദിവസം. അത് രാത്രി ഇപ്പോൾ കറണ്ടിൻ്റെ ചാർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ചാർജ് ചെയ്യാനിടും. ഒരു 8 മണിക്കൂറാണ് ചാർജിങ് ടൈം പറയുന്നത്. 8 മണിക്കൂർ കൊണ്ട് കറക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വില കൂടുതലാണ് റിവർ ഇന്ത്യയെക്കാളും. പക്ഷേ മറ്റു പല കാര്യങ്ങളും കുറവുമാണ്. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് കുറവാണ്, ഈവൻ വീൽ ബേസ് കുറവാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി കുറവാണ്. എന്നിട്ട് പോലും വില കൂടുതലുമാണ്. എന്നിട്ടും ഇത് എടുക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്രയായി ഓൺ റോഡ് ഇപ്പോൾ 196 ആയി. പിന്നെ ഞാൻ നമ്പർ സെപ്പറേറ്റ് എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് അതിന് 3000 എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യണ്ടല്ലോ. അങ്ങനെ വണ്ടിയുടെ പ്രൈസ് 196 ഓൺ റോഡ്. അത്രയും രൂപയ്ക്ക് ഇത് വെർത്താണോ? വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രസം, അത്രയും ഭംഗിയായിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ല മേക്കിംഗ് ക്വാളിറ്റിയാണ്, നല്ല പാർട്സും എല്ലാം ഫിറ്റിങ്സും ഒക്കെ പക്ക നല്ല മേക്കിംഗ് ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ അവരോട് ഷോറൂമിലെ ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് യമഹ എന്നൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഹൈക്ക് ഉണ്ടാവും, അതാണ് അവരും പറഞ്ഞത്. പക്ഷെ അല്ലാണ്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വില നോക്കിയിട്ടല്ല വണ്ടി എടുത്തത്. ഞാൻ ആ ബ്രാൻഡ് നോക്കിയാണ് വണ്ടി എടുത്തത്. വില നോക്കി വണ്ടി എടുത്തതല്ല ശരിക്കും പറഞ്ഞത്. അതുപോലെ ഇത് അധികം ഒന്നും വെളി കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ഭയങ്കര രസമാണ് റോട്ടിൽ കൂടി പോകാനായിട്ട്. ഏത് സിഗ്നലിലും ഇപ്പം നമ്മൾ മറ്റേ നേരത്തെയൊക്കെ പറയണമല്ലോ, സിഗ്നലിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ എത്രയായി, എത്ര റേഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ നല്ല റോഡ് പ്രസൻസ് ആണ് വണ്ടിക്ക്. ഈ വൈറ്റ് കളർ ആയതുകൊണ്ടും ബാക്കിൽ നിന്ന് അത്രയ്ക്ക് മനസ്സിലാവില്ലെങ്കിലും സൈഡിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ ആൾക്കാർ ഓട്ടത്തിലാണെങ്കിൽ കൂടി സൈഡിൽ കൂടി വന്നിട്ട് നമുക്കിങ്ങനെ എങ്ങനെയുണ്ട് വണ്ടി, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നല്ല രസമാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാകെ ഇപ്പോൾ എടുത്തിട്ട് ഒരാഴ്ച ആവണുള്ളൂ. ഒരു 600 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ
ഈ പറഞ്ഞ പോലെ ആൾക്കാരിങ്ങനെ ആരും കാണാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാണ്. എവിടെ ചെന്നാലും വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ആൾക്കാർ വന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് റിവർ ഇന്ത്യക്കാരും അതേയുള്ളവരൊക്കെ എങ്ങനെയുണ്ട് ഇത് എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം പുതുതായിട്ട് വണ്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു വാങ്ങിച്ച കസ്റ്റമർ തന്നെയാണ് സിറിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ഫീഡ്ബാക്ക് നമുക്ക് ഇനി വരാൻ പോകുന്നുള്ളൂ. എന്നാലും രണ്ട് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൊള്ളാം. കാഴ്ചയിൽ ഇവനാണ് ലുക്ക് എന്ന് തോന്നിക്കുന്ന രൂപമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി. അതാണ് ഇപ്പോൾ ഈ ഒരാഴ്ച ഓടിച്ചപ്പോൾ തന്നെ അത് സിറിൽ. വേറൊന്ന് പറയാനുള്ളത്, നമുക്ക് റൈഡിങ് സ്റ്റെബിലിറ്റി. ഞാനിപ്പോൾ ബ്ലോക്കിലൊക്കെ പോയാലും ഒരു 4-6 കിലോമീറ്ററിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത്രയും നല്ല സ്റ്റെബിലിറ്റി ആണ്, വെൽ ബാലൻസ്ഡ് ആണ് വണ്ടി. ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ. അല്ല, അത് യമഹയുടെ ഏതാ മോശം? എങ്ങനെ നോക്കിയാലും യമഹയുടെ ഭയങ്കര സ്റ്റെബിലിറ്റി ആണ് വണ്ടി. നമുക്ക് പെട്ടെന്നൊക്കെ എടുത്തുകൊണ്ട് വണ്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ പോകണമെങ്കിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പെട്ടെന്ന് നല്ല വണ്ടി ചരിച്ച് ഇപ്പൊ ബൈക്ക് എടുക്കുന്ന ആ ഒരു ഇത് ടയർ സൈസ് ഒക്കെ വലുതായതുകൊണ്ട് ആ ബൈക്ക് എടുക്കുന്ന ഒരു ആ കംഫർട്ടിൽ നമുക്ക് ഇതിൽ പോകാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ റിവർ ഇന്ത്യയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ബൾക്കി സൈഡിലൊക്കെ ആ ഒരു കാരിയർ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പക്ഷേ കുറച്ചുകൂടി സ്ലീക്ക് ആയതുകൊണ്ട് അതിനും രസമുണ്ടാവും. അപ്പോൾ എന്തായാലും യമഹ വളരെ ശക്തമായിട്ട് EVയിലേക്ക് വരട്ടെ. കാരണം വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ കമ്പനികളിലൊന്നാണിത്. ഇന്ത്യയിൽ വരാൻ ഒരു അല്പം വൈകി EVയുടെ കാര്യത്തിൽ. പക്ഷേ ഐസ് എഞ്ചിനുമായിട്ട് വളരെ പണ്ട് വന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി തന്നെയാണ് യമഹ. അപ്പോൾ യമഹയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം കമ്പനിയായ മലയാളികളുടെ കമ്പനിയായ റിവർ മൊബിലിറ്റിയാണ് നിർമ്മിച്ച് നൽകിയെന്നുള്ള അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പം താങ്ക് യു സിറിലെ, താങ്ക് യു സോ മച്ച്.